ഹായ് ബഡ്ഡീസ്, നമസ്കാരം. ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര നമുക്ക് ആനയിറങ്കൽ ഡാമിലേക്കാണ്. ഈ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. നമ്മുടെ ഒരു റിലേറ്റീവ് ഫാമിലി ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ട് കൂടെ. സ്കൂൾ അവധിയൊക്കെ ആണല്ലോ, അവർ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാ. എന്തായാലും നമ്മുടെ കൂടെ ഒരു യാത്ര ആകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ പുറപ്പെട്ടതാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ധൃതിയിലെ അവിടുത്തെ ദൃശ്യങ്ങളൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ എന്തായാലും നെടുങ്കണ്ടമൊക്കെ പാസ് ചെയ്ത് പൂപ്പാറ എത്തിയേ. പൂപ്പാറ എസ്റ്റേറ്റിൽ കൂടെ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേയിലക്കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റോഡാണേ. നല്ല രസമാണ് കാണാൻ. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. രണ്ട് സൈഡിലും തേയിലക്കാടൊക്കെ ആയിട്ടെ. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അവധി ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മൂന്നാറിലേക്കൊക്കെ പോകാൻ വേണ്ടി ധാരാളം വണ്ടികളുണ്ട്. നമ്മുടെ പുറകെയും മുമ്പിലും ഒക്കെ ആയിട്ട് ധാരാളം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക. പുറകെ വരുന്ന വണ്ടി നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഓൺ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, നിരന്തരമായിട്ടേ. മുമ്പിൽ എന്തുകൊണ്ടാണ് നമ്മൾ സ്ലോ ആയിട്ട് പോകുന്നതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിലും വണ്ടിയുമായിട്ട് റോഡിൽ ഇറങ്ങിയ ചിലരുടെ വിചാരം റോഡ് അവരുടെ തറവാട്ട് സ്വത്താണ്. തന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും റോഡിൽ കൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. അല്പം ക്ഷമയും സമാധാനവും ഒക്കെ റോഡിൽ കാണിച്ചില്ലെങ്കിൽ അപകടങ്ങൾ വിളിച്ചു വരുത്താൻ വേറൊന്നും വേണ്ട. എന്തായാലും സാഹചര്യം കിട്ടിയപ്പം നമ്മുടെ പുറകിലുള്ള യാത്രക്കാരനെ മുമ്പിലേക്ക് കയറ്റി വിട്ടു. അവരവരുടെ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മുടെ വഴിക്കും പോകാം. ബഡീസ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവൻ എപ്പോഴും യാത്രയായിരിക്കും, ട്രിപ്പായിരിക്കും എന്നൊക്കെ അല്ലേ. ഞാൻ ജോലിയുടെ ആവശ്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെയാണ് ഇതൊരു യാത്രയായിട്ട് എടുക്കുന്നതേ. പക്ഷെ ഇന്ന് നമ്മൾ ട്രിപ്പായിട്ട് തന്നെ ഇറങ്ങിയതാണ്. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആനയിറങ്കൽ ഡാം നമ്മുടെ ഇവിടുന്ന് വീട്ടിൽ നിന്നൊരു 10-30 കിലോമീറ്ററേ വരത്തുള്ളൂ. ഞാനവിടെ ഫാമിലി ആയിട്ട് ഒറ്റയ്ക്കൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്. അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇന്നത്തെ യാത്രയ്ക്ക് ആനയിറങ്കൽ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അവർ കാണാത്തൊരു സ്ഥലം കൂടെ വേണമല്ലോ. അവർ എപ്പോഴും വരുമ്പോൾ രാമക്കൽമേടൊക്കെ പോകുന്ന രാമക്കൽമേട്, തേക്കടി, കമ്പമൊക്കെ അവർ പല പ്രാവശ്യം പോയിട്ടുള്ള. അതും ഈ ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമാണേ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന റോഡ് NHAയുടെ കീഴിലുള്ള റോഡാണ് കേട്ടോ. ടോളൊക്കെ ഉണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ. നമ്മൾ ടോളിന് മുമ്പായിട്ട് തിരിഞ്ഞു പോകും ഡാമിലേക്ക്. നേരത്തെ പുറകിൽ കിടന്ന് ഓണടിച്ചവനെ നമ്മൾ വീണ്ടും ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. അവൻ വീണ്ടും പുറകിൽ കിടന്ന് നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊന്നും നോക്കിയില്ല, എന്തായാലും ഒതുക്കി കൊടുത്തു. ബഡീസെ, കഥകൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ആനയിറങ്കൽ ഡാമിന്റെ പ്രവേശന കവാടത്തിലേക്ക് കയറും കേട്ടോ. അതിൽ കയറി കുറച്ച് ദൂരം മുമ്പോട്ട് പോകാനുണ്ട്. ഈ വഴിയും നല്ല രസമാണേ. അത്യാവശ്യം യാത്രക്കാരുണ്ടെന്ന് തോന്നുന്നു. അവധി ദിവസം കൂടെ ആണല്ലോ. തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്കൂടുള്ള ഒരു വഴി തന്നെയാണ് ഇതും. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. ഇവിടുത്തെ പ്രധാന കൃഷി തേയില തന്നെയാണ്. അങ്ങനെ നമ്മൾ ഡാമിന്റെ പരിസര പ്രദേശത്ത് എത്തി കേട്ടോ. വെള്ളം കുറവാണ്. നമ്മൾ നേരത്തെ വന്നേക്കുന്നോണ്ടേ വെള്ളത്തിന്റെ ഏകദേശം അവസ്ഥ അറിയാം. സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട്. ഇപ്പൊ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് 30 രൂപയും മുതിർന്നവർക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. അതിനുള്ള സൗകര്യങ്ങളൊന്നും അവർ ചെയ്തു തരുന്നുമില്ല. പ്രവേശന കവാടത്തിന്റെ മുമ്പിലുള്ള റോഡ് വരെ പൊട്ടിപ്പൊളിഞ്ഞ കിടക്കുന്നത്. എന്തായാലും വന്നല്ലേ എന്നോർത്ത് പ്രവേശന ഫീസൊക്കെ കൊടുത്ത് നമ്മൾ അകത്ത് കയറി. കൗണ്ടറിന് മുമ്പ് വെച്ച് തന്നെ അവർ പറഞ്ഞായിരുന്നു ബോട്ടിങ് നടപടിയാകത്തില്ല, വെള്ളം കുറവാണ്. എന്തായാലും നമ്മൾ നിരാശരായി. കുട്ടികൾക്കൊക്കെ ഹാപ്പിയായി. കാരണം അവർക്ക് കളിക്കാനുള്ള ചെറിയ പാർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഊഞ്ഞാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ അതിലൊക്കെ കയറി കുറച്ചു നേരം കളിച്ചൊക്കെ നടന്നു. നമ്മുടെ 2 കുട്ടി ബഡ്ഡീസാ കേട്ടോ ഈ നിരങ്ങി ഇറങ്ങുന്ന അജുവും പാത്തും. അവർ രണ്ടുപേരും ഹാപ്പിയായി.
ഡാമിൻ്റെ ദൃശ്യങ്ങളൊക്കെ ചറവറ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫോട്ടോ പിടിക്കാൻ മറന്നുപോയായിരുന്നു. എന്തായാലും പതിവ് പോലെ ഞാൻ എൻ്റെ ഫോട്ടോയും കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഫാൻസ് വിഷമിക്കത്തില്ലേ. പിള്ളേർക്ക് ഓടിച്ചാടി കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും കൂടെ ചറവറ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി ബഹളം വെച്ച് നടപ്പാം. ഞാൻ ഉൾപ്പെടെ ബാക്കി കുറച്ച് പേര് നടന്നു മടുത്ത് വന്നിരിപ്പുണ്ട്. ഒരു ഓലക്കീറും വെള്ളത്തുണിയും എടുത്തോ എന്നുള്ള അവസ്ഥയാണ്. കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് ഡാമിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തി കേട്ടോ. അവിടെ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ തണലത്താണ് ഇരുന്നത്. അപ്പോൾ നല്ല കാറ്റുണ്ട്. കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് KSEBിയുടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് പോയി. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് റൈഡും പിന്നെ ഒരു റെസ്റ്റോറൻറ്റും അവിടെ ഉള്ളത്. അവിടെയൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. ഡാമിൻ്റെ അടുത്ത കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വഴിയരികിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് കലിങ്ങിൻ്റെ അവിടെ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് സന്തോഷമായിട്ട് കഴിച്ചു കേട്ടോ. ബഡീസെ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കണേ. നല്ല രസം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണേ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഈരാറ്റുപേട്ടയിൽ വന്ന മുത്തുമണീസൊക്കെ യാത്ര പറഞ്ഞ് പോവുകയാണേ. എന്തായാലും വിരഹം ഒരു വിഷമം തന്നെയാണ്. എന്നാലും വീണ്ടും കാണാമെന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ എല്ലാം. അപ്പോൾ താങ്ക് യു.